ഹായ് എസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടത് ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ്. അടിപൊളി കളക്ഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഞാനിപ്പോൾ വേറെ ഇതിലാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ. നല്ല പ്യുവർ മൽച്ചന്തേരിയാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. 47 ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ, 47-48ഓളം ലെങ്ത്ത് വരുന്നുണ്ട്. M2XX ആണ് കേട്ടോ. ഇതെനിക്ക് ആക്ച്വലി 3XL ആണ് സൈസ് കറക്റ്റ് ഫിറ്റിങ്. പക്ഷേ ഇത് XXL ഞാൻ എന്താ പറയുക, എനിക്ക് ആ ഒരു ഡ്രസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് എടുത്തിട്ടതാണ്. എനിക്ക് അത്രയും ഇതിൻ്റെ കളേഴ്സും പാറ്റേണും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ബെസ്റ്റ് സൈസിൻ്റെ അവിടെ കുറച്ച് ടൈറ്റ് ഉണ്ട്, കാരണം ഞാൻ 3XL ആണല്ലോ. പക്ഷേ XXL വരെയുള്ളവർക്ക് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ. നല്ല റയർ ഷെയ്ഡും അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കും ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ നെക്ക് ഇവിടെ ഒരു പാച്ച് കൊടുത്തുകൊണ്ട് തന്നെ നെക്ക് ഡീപ്പ് ആവില്ല. നല്ല കംഫർട്ടബിളാണ്, നല്ല ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളി എംബ്രോയിഡറി ആണ് കേട്ടോ. കണ്ടോ, നല്ല പ്യുവർ മൽച്ചന്തേരിയാണ്, അതുകൊണ്ട് തന്നെ ചൂടെടുക്കില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 47-48ഓളം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. അതുപോലെ സ്ലീവ് ഉൾപ്പെടെ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അടിപൊളി ക്രേപ്പ് ലൈനിങ് ആണ്. പക്ഷേങ്കിലും എനിക്കിത് വെയർ ചെയ്തിട്ട് അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. 47-48ഓളം ലെങ്ത്ത് ഉണ്ട്. നല്ല ഫ്ലയർ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നല്ല ഫ്ലയർ ഇട്ടിട്ട് നല്ല ഷേപ്പ് കട്ടിങ്ങിൽ അടിപൊളിയായിട്ടുള്ളൊരു ഫങ്ഷൻ വെയറോ ഡെയിലി വെയറോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിക് ഷെയ്ഡല്ല, ഒരു ചിക്കുമല്ല, ഒരു ചന്ദന കളറല്ല, ഒരു 99% ഈ കാണുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. അതിലിങ്ങനെ മൾട്ടി കളേർഡായിട്ട് എംബ്രോയിഡറി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റാണ്. 799 ആണ് കേട്ടോ. അൺബിലീവബിൾ പ്രൈസാണ്. ഈ ലൈസ് ഒട്ടും കുത്തി തറയ്ക്കുന്നതല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രോഷ്യ ലൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ അത്രയും ലെങ്ത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീറ്റർ കോസ്റ്റ് നല്ല ഹൈ ആണ്. നമ്മൾ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക് എടുക്കാൻ പോയപ്പോൾ തന്നെ ഹോൾസെയിൽ റേറ്റ് തന്നെ നമുക്കൊരു 150 ആ ഒരു റേഞ്ചിന് മേലെ വരുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൽ പ്രൈസ് ഇതിൻ്റെ അതിന് ഹൈ ആയിരിക്കും. അത്രയും പ്രൈസ് വരുന്ന ഫാബ്രിക്കാണ്. ഇതാ ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ നിങ്ങൾക്ക് തരുന്ന വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ഉള്ളൂ. M2XX ആണ്. ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ്. 799 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. സെക്കൻഡ് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് ബേൺഡ് ഓറഞ്ച് ബ്ലെൻഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതാ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ടോപ്പിൻ്റെ ബാക്ക് ഭാഗം കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ഒക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ഷെയ്ഡ് ഒരു രക്ഷയില്ല കേട്ടോ. മിൽക്കി വൈറ്റ് ആണ്. ഏതെടുത്താലും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈസ്റ്ററിനും വിഷുവിനും ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. ഇതാ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. പ്യുവർ മൽച്ചന്തേരിയാണ് കേട്ടോ. മൽച്ചന്തേരിയുടെ തന്നെ 2-3 വെർഷൻ ഉണ്ട്. അതിൽ പ്യുവറാണിത് വന്നിട്ടുള്ളത്. അത്രയും സോഫ്റ്റ് ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. 799 മോർ ദാൻ വർത്താണ്. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവൻഡറാണ്. എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് സെയിം തന്നെയാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള ഐറ്റാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് വന്നിട്ടുള്ളത് ഒരു 299 കോട്ടൺ കുർത്തിയാണ്. 46 ലെങ്ത്ത് വരുന്നുണ്ട്. കോട്ടൺ ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് വരുന്നില്ല. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളൊരു കോട്ടൺ ആണ്. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. ഇതാ ഇങ്ങനൊരു ആലില പോലെയാണ് നെക്ക് വന്നിട്ടുള്ളത്. 299 വരുന്നുള്ളൂ. M2XX ആണ്. ഇതാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ. സ്ലീവിൻ്റെ എൻ്റെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. 299 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലൂവും വയലറ്റും അല്ല, ഒരു ബ്ലൂവും റോയൽ ബ്ലൂ ഒക്കെ പോലെ തോന്നുന്ന ഈ ഒരു ഷെയ്ഡാണ്. 46 ആണ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ലെങ്ത്ത് ഒക്കെ 46 വരുന്നുണ്ട്. അതുപോലെ പ്രൈസ് വരുന്നത് 299 ആണ്. M2XX ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. അടുത്തത് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ഹിറ്റ് ഐറ്റാണ്. ഇതാ നല്ല ഐസ് ബ്ലൂ ഷെയ്ഡിൽ, ഐസ് ബ്ലൂവിൻ്റെ കുറച്ചും കൂടി ഒരു ഡാർക്ക്, അതിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വന്നിട്ടുള്ള കോഡ് സെറ്റാണ്. 36 ആണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന ഒരു ട്യൂണിക് കോഡ് സെറ്റാണ്. വീനെക്കാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫുള്ളായിട്ട് ഇത് എംബ്രോയിഡറി ആണ്. ഈ താഴത്തെ പോർഷനിൽ വന്നിട്ടുള്ളതും എംബ്രോയിഡറി ആണ് കേട്ടോ. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെനിയം സെറ്റാണ് കേട്ടോ. ഡെനിയം കോഡ് സെറ്റ് ഇപ്പോൾ ട്രെൻഡാണ്. നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എൻക്വയറി ആയിരുന്നു കേട്ടോ. അത് അതിൻ്റെ പുതിയൊരു പ്രിൻ്റാണ്. പിന്നെ ഇവിടെ പാൻറ്റിനൊരു ട്രയാങ്കിൾ പീസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ബോട്ടം വെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ബോട്ടാണ്.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്ഷൻ കേട്ടോ, 999 റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് സെറ്റ് എവിടെ നിന്നും കിട്ടില്ല. അതിൻ്റെ ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ. 999 വരുന്നുള്ളൂ, M2XX കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്യുവർ മൽച്ചന്തേരിയിൽ തന്നെ വരുന്ന ഷോർട്ട് കോഡ് സെറ്റാണ് കേട്ടോ. ഒരു വൈഡ് വീനെക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ. സ്ലീവിൻ്റെ എൻഡ് സ്കാലപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ടോപ്പിൻ്റെ എൻഡ് ഭാഗം ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇതും പ്യുവർ മൽച്ചന്തേരിയാണ്. ഇതിൻ്റെ ലൈനിങ് വന്നിട്ടുള്ളത് ക്രേപ്പ് അല്ല കേട്ടോ, ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കോഡ് സെറ്റാണ്. ഡാർക്ക് മുന്തിരിയാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ്. അതിൽ നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ, കണ്ടോ ഫാബ്രിക്കിന് നല്ലൊരു ഷൈനിങ് ഉണ്ട്. ബോട്ടം പീസ് വരുന്നത് സെയിം പ്യുവർ മൽച്ചന്തേരിയിൽ കണ്ടോ, ഒരു മിൽക്കി വൈറ്റിൻ്റെ ഷൈനിങ് കണ്ടോ. അതിൽ ലൈനിങ് ഇട്ടിട്ടാണ് താഴത്ത് കുറച്ച് പോർഷൻ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ലുക്ക്. സൈസ് വന്നിട്ടുള്ളത് LXL XXL ആണ് കേട്ടോ. നല്ലൊരു പ്രീമിയം സെറ്റാണ്. 899 ആണ്. പ്യുവർ മൽച്ചന്തേരി ആണ് കേട്ടോ, കണ്ടോ അത്രയും സോഫ്റ്റാണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, ഒട്ടും ചൂടെടുക്കില്ല. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരിക കേട്ടോ. ബോട്ടം ഇങ്ങനെ വരും, നല്ല കളർ കോമ്പിനേഷനാണ്. പ്രൈസ് ഓറഞ്ച് പ്ലസ് ഈ ഒരു ബോട്ടം തന്നെയാണ്. മിൽക്കി വൈറ്റ് ആണ് ബോട്ടം എല്ലാത്തിൻ്റെ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്. സ്കാലപ്പ് ആയിട്ടുള്ള സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ടോപ്പിൻ്റെ എൻഡ് പോർഷൻ ഫ്രണ്ടിൽ കണ്ടോ അങ്ങനെ സ്കാലപ്പ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. 899 ആണ്. പ്യുവർ മൽച്ചന്തേരി. അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഡീപ്പ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ എല്ലാത്തിനും ആ ഒരു ഷൈനിങ് ഉണ്ടായിരിക്കും. LXL XXL ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. പ്യുവർ കോട്ടണിൽ വരുന്ന ഫാബ്രിക്കാണ്. നല്ല അടിപൊളി മൽ കോട്ടനാണ് കേട്ടോ സെറ്റ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു റയർ ഷെയ്ഡാണ്. അതിൽ ബ്ലാക്കാണ് ആ ഒരു ഫ്ലവർ വന്നിട്ടുള്ള. എല്ലാ ഫ്ലവറിലും നമ്മൾ റെഡ് ത്രെഡ് വെച്ചിട്ട് സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അത് നേരിട്ട് കാണുമ്പോൾ നല്ല വിസിബിളാണ് കേട്ടോ. സിമ്പിളാണ് എന്നാൽ നല്ല പ്രീമിയം ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ലുക്ക് വരിക. അതുപോലെ ബോട്ടം വരിക ഇതാ ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റിലാണ് ബോട്ടം വരിക. അതുപോലെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ഫാബ്രിക്കിൽ നല്ല റയറായിട്ടുള്ളൊരു പ്രിൻറ്റിങ്ങിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. സമ്മറിലേക്ക് പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ. രണ്ടെൻ്റെയിലും ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. 899 ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ലുക്ക് വരിക. ഇതാണ് ബോട്ടം പീസ് വരിക. 899 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതിലെ ചെറിയ ചെറിയ സീക്വൻസ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, കണ്ടോ. നെക്സ്റ്റ് വരുന്നതും ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഒരു ബ്ലാക്ക് വിത്ത് വൈറ്റ് ആ ഒരു റെഡ് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. ടോപ്പ് പോർഷൻ വരുന്നത് എങ്ങനെയാണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ നമ്മുടെ കയ്യിൽ ഒതുങ്ങും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അതിൻ്റെ അടിയിലോട്ട് ഇതിങ്ങനെയൊരു വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ എൻഡിൽ ഈ ഒരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് പ്യുവർ മൽ കോട്ടണിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. 899 ഈ സെറ്റ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഈ പ്യുവർ സെറ്റിന് തന്നെ 1200 എബോവ് ആണ്, വെറുതെ പറയുന്നതല്ല. ഇതാ അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ഇങ്ങനെയാണ് ലുക്ക് വരാം. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അടുത്തത് വരുന്നത് നെയ്റ്റി ഫ്രോക്കാണ്. ഇപ്പം അജ്രക്കിന് നല്ല ഡിമാൻഡാണ് നെയ്റ്റി ഫ്രോക്ക്. ഡെയിലി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഫ്രീ സൈസാണ്. M2XX ഉള്ളവർക്ക് യൂസ് ചെയ്യാം. 46 ലെങ്ത്ത് വരുന്നുണ്ട്.
ടൈ ചെയ്യാനായിട്ട് നാട കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ഷർട്ട് കോളറിലോട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടം വരെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമൽ സ്ലീവാണ് വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് 339 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത്. അടുത്തത് വരുന്ന ഈ ഒരു റെഡ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള റെഡാണ് കേട്ടോ. നല്ല അടിപൊളി പ്രിൻ്റാണ്. ഫ്രണ്ടിലും ബാക്കിലും ഇതാ അങ്ങനെ താഴത്ത് ഫ്രില്ല് വരുന്ന മോഡലാണ്. അടുത്തത് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇതാ ഒരു കോഫി മെറൂൺ ബ്ലെൻഡ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ നെക്കാണ് ഹൈലൈറ്റ്. നല്ല രസമുള്ള നെക്കാണ് വന്നത്. അടുത്ത പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ചെറിയ പ്രിൻ്റ് നോക്കുന്നവർക്ക് ഇതാ നല്ല ഭംഗിയുള്ള ഷർട്ട് കോളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് വന്നിട്ടുള്ളത്. ഒരു സ്റ്റിച്ചേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഒരു സ്റ്റിച്ചും കൂടിയൊക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു റെഡിഷ് ഷെയ്ഡാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തെളിച്ചുള്ളതാണ്. 339 നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അജ്രക്കിന് നല്ല ഡിമാൻഡാണ്. ഇതാ അതിൽ നല്ല സ്റ്റൈലിഷ് പാറ്റേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു 2 പീസ് ഡെയിലി വെയർ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ്. നല്ല ഭംഗിയുള്ള ഫേബ്രിക്കാണ് കേട്ടോ. അതായത് ഒരു സാറ്റിൻ ബനിയൻ മിക്സാണ്. ബ്രീത്തബിൾ ആണ് കേട്ടോ. അങ്ങനെ ചൂടൊന്നും എടുക്കില്ല. അത് നല്ല സോഫ്റ്റാണ്. ഒരു കൂളിംഗ് എഫക്റ്റുള്ള ഫേബ്രിക്കാണ് കേട്ടോ. കട്ടിയൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇവിടെ ട്രയാങ്കിൾ പീസ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഓൾ ഓവർ ഇതായി ഒരു നെക്കിലും ഇതിൻ്റെ ഷർട്ടിൻ്റെ ഇവിടെയും സ്ലീവിൻ്റെ എൻഡിലൊക്കെ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഷർട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത് ഓപ്പണബിൾ ആണ്. ഇത് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓപ്പൺ ചെയ്ത് ഫീഡിങ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഒരു സ്റ്റിച്ച് കൊടുത്താൽ ഈ ഷർട്ട് ക്ലോസ് ആയിക്കോളും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് M2XXL ആണ്. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ്. 399 വരുന്നുള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഫസ്റ്റ് വരുന്ന ഈ ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. എക്സാക്റ്റ് ഈ കാണുന്ന ഷെയ്ഡ് തന്നെയാണ്. ഒട്ടും നരപ്പൊന്നുമില്ല കേട്ടോ. നല്ല ബ്രൈറ്റനിങ് ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സാണ് എല്ലാം. അടുത്തത് വരുന്നത് നല്ല ക്യൂട്ട് യെല്ലോ ആണ്. നല്ല രസമുള്ള ഒരു ടെഡിയുടെ പോലെയൊക്കെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. നല്ല ബേബി യെല്ലോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൽ റെഡാണ് പൈപ്പിങ് വന്നിട്ടുള്ളത്. അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്ലൂവിൽ റാബിറ്റിൻ്റെ പ്രിൻറ്റിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ പ്രിൻറ്റ് പോകുന്നതല്ല കേട്ടോ. അതൊക്കെ നമുക്ക് അങ്ങനെ അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേബ്രിക്കാണ്. വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ട് വെയർ ആണ്. എല്ലാം M2XXL അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 399 ആണ് കേട്ടോ. അടുത്തത് ഈ ഒരു പേസ്റ്റൽ ചാർട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീനിലാണ്. ഏതെടുത്താലും വാവ് ആണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസാണ്. 399. അടുത്തത് വരുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. പേസ്റ്റൽ ബേബി പിങ്ക് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് വരുന്നത് ബേബി പിങ്കിൻ്റെ തന്നെ കുറച്ചും കൂടി 2 ഷെയ്ഡും കൂടി ഡാർക്കറായിട്ടുള്ളൊരു ടോണാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ. അടുത്തത് ഇതൊരു റയർ ഷെയ്ഡ് തന്നെയാണ്. ചിക്കു എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ചിക്കുവിൽ വേണമെങ്കിൽ പെടുത്താം കേട്ടോ. അങ്ങനെ അതിലൊരു ബ്രൗൺ നിൽക്കുന്ന പോലെയുണ്ട്. ഞാൻ വേറെ ഏകദേശം അതുപോലത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ്. അടുത്തത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ. 399 ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമ്മുടെ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റാണ്. 56 ഇഞ്ച് ലെങ്ത്തിൽ ആംറ്റോം 23 വരെ കിട്ടുന്ന XL XXXL യൂസ് ചെയ്യാൻ പറ്റുന്ന നെയ്റ്റിയാണ്. നോർമൽ ചെറിയൊരു സ്ലീവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് വന്നിട്ടുണ്ട് നെക്കിൽ. അതുപോലെ ഓൾ ഓവർ ഇവിടെ ഒരു റൗണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ട് ഇവിടെ ഒരു 3 ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അവിടെ ഒരു ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ബാക്ക് ഭാഗം കംപ്ലീറ്റ്ലി ഏലിയനാണ് കേട്ടോ. നല്ല എൻക്വയറിയാണ് ഈ ഒരു ഐറ്റത്തിന്. ഹ്യൂജ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം. 295 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. കോട്ടൺ ആണ് കേട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂവിലാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഈ ഒരു പിങ്കാണ്. ഈ സെയിം കളർ ചാർട്ട് സെയിം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരോട് സോൾഡ് ഔട്ട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ഇതൊരു പീച്ച് റെഡ് മിക്സ് കോമ്പിനേഷനാണ്. അടുത്തത് ഒരു കോഫി മെറൂൺ മിക്സിലാണ് വന്നിട്ടുള്ളത്. 295 ആണ്. ഇവിടെ ഇങ്ങനെ എല്ലാത്തിനും ഒരു പൈപ്പിംഗ് കൊടുത്ത് ഒരു 3 പ്ലേറ്റ്സേ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ
ഒട്ടും തടി തോന്നിക്കില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ബാക്ക് ഭാഗം എലൈനാണ് വരുന്നത്. ഞാനതിൻ്റെ പേഴ്സണലായിട്ട് പീസ് എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തതാണ്, യാതൊരുവിധ കംപ്ലൈൻസും ഇല്ല കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു ഐറ്റാണ്, നോർമലാണ്. ആം ടു ആം 23 വരെ കിട്ടും. LXL, XXL, 3XL വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇതാ നല്ല പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള നൈറ്റീസാണ്. ഒരു രക്ഷയില്ലാത്ത കളേഴ്സാണ്, കണ്ടോ. എക്സാക്റ്റ് ഇതിൻ്റെ കളർ പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞുകൂടാ. ഫ്രണ്ടിലും ബാക്കിലും ഇതാ ഫ്രില്ല് വരുന്ന മോഡലാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 54 ഇഞ്ച് ലെങ്ത്ത് വരുന്ന നോർമൽ മോഡൽ നൈറ്റീസാണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ്. അടുത്തത് നല്ലൊരു അടിപൊളി പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു വൈറ്റിനെ നല്ല എലഗൻസ് കിട്ടുന്നുണ്ട്. അടുത്തത് ഈ ഒരു ഗ്രീനിൻ്റെ പേസ്റ്റിലാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. 290 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. സൈസ് ഫ്രീ സൈസാണ്. L to 3XL വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം. 54 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ല് വരുന്ന മോഡലാണ് കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റീസാണ് കേട്ടോ. അതങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് പാച്ചൊക്കെ വരുന്നതാണ്. ഇതൊരു എന്താ പറയുക, നല്ലൊരു റയർ ഷെയ്ഡിലോട്ട് ഡാർക്ക് വയലറ്റാണ് പാച്ച് വന്നിട്ടുള്ളത്. അതിനത് ഇങ്ങനെ രണ്ട് സൈഡിൽ പൈപ്പിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫ്രിൽസ് വന്നിട്ടുണ്ട്, ബാക്കിലും ഫ്രിൽസ് വന്നിട്ടുണ്ട്. ഒരു നോർമൽ ഈ ഒരു ലെങ്ത്തുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത്. 54 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. കോട്ടൺ തന്നെയാണ്. 290 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. നല്ല ഒരു റയർ പ്രിന്റിൽ ചാർട്ടിൽ വന്നിട്ടുള്ളതാണ്. അടുത്ത കോമ്പിനേഷൻ ഇതാണ്. ഒരു ഡാർക്ക് വയലറ്റ് ബ്ലൂ മിക്സ് ഷെയ്ഡാണ്. ഇതിലത്തെ ഒന്നിൻ്റെയും എനിക്ക് എക്സാക്റ്റ് ഷെയ്ഡ് പറയാനായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അത്രയും നല്ല ചാർട്ടാണ്, കണ്ടോ. ഇതിൻ്റെ തന്നെ ഒരു 2-3 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത്. ഈ ഒരു പാച്ച് ഒരു കോഫി ഒലീവ് ഗ്രീൻ, ഡാർക്ക് ഒലീവ് ഗ്രീൻ ബ്ലെൻഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അടിപൊളി സൂപ്പർ കംഫർട്ടായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ നൈറ്റീസാണ്. 290 വരുന്നുള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത് കണ്ടോ, നേരത്തെ കണ്ടതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഈ ഷെയ്ഡിന് വരുന്നുള്ളൂ. ഇതാ അടുത്തത് അതിൻ്റെ റിവേഴ്സാണ് കേട്ടോ. ആ ഒരു പാച്ചിനാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ഇത് ബ്ലാക്ക് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് കോഫി ബ്ലാക്ക് പോലെ തോന്നുന്ന ഷെയ്ഡാണ്. അടുത്തത് വന്നിട്ടുള്ളത് ഇതിനൊരു ലാവൻഡർ ടിൻറ്റ് പോലെ വരുന്നുണ്ട് കേട്ടോ. ചിലതിന് എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റാണ്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ റിവേഴ്സാണ്. വീഡിയോയിൽ അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസമുള്ളത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ എല്ലാം. 290 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂണാണ്. അപ്പോൾ ഇന്ന് കാണിച്ചാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. 6 നൈറ്റി വാങ്ങിച്ചു, 6ഉം ഫസ്റ്റ് വാഷിൽ കളർ പോയി. അതുപോലെ എന്താണ് 4ാമത്തെ ദിവസം കീറിപ്പോയി, ചെത്തിരിക്കുന്ന അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ പഴകിയിരിക്കുന്ന നൈറ്റ് തന്നിട്ട് എന്തിനാണ് നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഐഡി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഐഡിയിൽ നിന്നൊരു പർച്ചേസേ വന്നിട്ടില്ല. അപ്പം തന്നെ മനസ്സിലായി ഫേക്ക് ആണെന്നുള്ളത്. ഒരാൾ നന്നായിട്ട് പോകുമ്പോൾ എന്തായാലും തളർത്താൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടാവും, നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ അതിനൊന്നും വക വയ്ക്കാറില്ല മാക്സിമം. അപ്പോൾ ഞാൻ മുൻപ് റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ നമ്മളതിന് പറ്റുന്ന പരിഹാരം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. പക്ഷേ ഫസ്റ്റ് വാഷിൽ തന്നെ കളർ പോയി എന്നൊക്കെ പറയുമ്പോൾ കളർ ഫുൾ പോയി എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് 4ാമത്തെ ദിവസം കീറിയെന്നാണ് പറയുന്നത്. അതിൽ എന്ത് ലോജിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഒരു 200-ന് താഴെ ഹോൾസെയിൽ റേറ്റ് വരുന്ന നൈറ്റീസ് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. അതുപോലെ ഒരു 150 രൂപ റേഞ്ചിൽ വരുന്ന ബ്രാൻഡഡ് ക്ലോത്ത് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്ന നൈറ്റി ഫ്രോക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ടുപോകുന്നത്. നമ്മൾ യൂണിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഫാബ്രിക് ആയാലും നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന നൈറ്റീസ് ആയാലും അത്രയും നോക്കാറുണ്ട്. ചില കളേഴ്സിൽ എന്തെങ്കിലും ഒരു കളർ പോയാലും നമുക്കത് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. കാരണം ഒരു 100 പീസിലോ 1-2 കളർ പോയാൽ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാ ഡ്രസ്സും വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു വാഷിൽ തന്നെ എല്ലാ കളറും പോയി നരയ്ക്കുന്ന ക്വാളിറ്റിയുള്ള നൈറ്റുകളും നമ്മൾ സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ.
അത് മാത്രമല്ല നമുക്കൊരു 10,000-ൽ പരം കസ്റ്റമേഴ്സ് ഉണ്ട്. അതിലൊരു 7,000-ഓളം 7,000 കസ്റ്റമേഴ്സും അത് കേരളത്തിനകത്തും പുറത്തായിട്ട് നമുക്കുള്ളത് നമ്മുടെ ഡെയിലി വെയർ കളക്ഷനാണ്. അതായത് 2 പീസ് നൈറ്റി ഫ്രോക്ക് നൈറ്റിക്കാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് നല്ല ഗ്യാരണ്ടിയാണ് കൊടുക്കുന്ന സാധനത്തിൽ കേട്ടോ. അപ്പോൾ അതിലങ്ങനെ ഒരു ഡാമേജേ വരില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നൈറ്റിക്കൊക്കെ ഒരു സ്റ്റിച്ചൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, ഒരു സ്റ്റിച്ചും കൂടെ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ പർച്ചേസ് ഹിസ്റ്ററിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഒരാളും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കെതിരെ വെറുതെ ഇനി മുൻപത്തെ കമൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് വന്നതാണോ, ഇത് പുതിയ ആളാണോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബാഡ് കമൻറ്റോ എന്ത് വേണമെങ്കിൽ ഇടാം. അതിന് തന്നെയാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് വേണമെങ്കിലും കമൻറ്റ് ഇടാം. ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ച് തരാം. നമുക്കത് യാതൊരു വിഷയമുള്ള കാര്യമില്ല. കാരണം ഇപ്പം ഞാൻ സ്ട്രോങ് ആണ്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ല സ്ട്രോങ് ആണ്. നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. അതായത് മറ്റുള്ളവർ സെയിൽ ചെയ്യുന്ന അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മളും പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. അതുപോലെ ഫേബ്രിക്കും നമ്മൾ അങ്ങനെ എടുത്തിട്ട് ആണ് ഞാൻ എൻ്റേതായ ഡിസൈൻസ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് മാത്രമായിട്ട് ആരും ഒരു വാഷിന് കഴുകിയ കളർ പോകുന്ന തുണി 4 ദിവസം കൊണ്ട് കീറുന്ന തുണിയും ചെയ്തു തരാനായിട്ട് ഇരിക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരുടെ ഉദ്ദേശം, ഞാനതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റം ഡീറ്റെയിൽസ് ഇടാൻ പറയുമ്പോൾ അവർ ഇതുവരെ അതിന് റിപ്ലൈ തന്നിട്ടില്ല കേട്ടോ കമൻറ്റിൽ. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരാളും കൂടി പറഞ്ഞു കോഡ് സെറ്റിൻ്റെ കാര്യം. അങ്ങനെ ആ ഒരു കോഡ് സെറ്റ് പർച്ചേസ് ചെയ്തൊരു വ്യക്തിയും നമ്മളുടെ പർച്ചേസ് ഹിസ്റ്ററിയിലില്ല. അപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക് ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട്, എന്ത് നിങ്ങൾ ആരാണ് കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. നമുക്ക് 100% അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, നമുക്കത് യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷേ 100% ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രൊഡക്റ്റിന് എത്ര രൂപയുടെ എന്ന് പർച്ചേസ് ചെയ്തത് എന്ന് കൂടി നിങ്ങൾ കമൻറ്റിലിടും. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിങ്ങൾക്ക് ആ റിപ്ലൈ തരുന്നതായിരിക്കും. ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഭാഗത്തു നിന്നാണ് തെറ്റെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് തിരുത്തുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ ആരുടെയും കമൻറ്റ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. നമ്മളെ കമൻറ്റ് അവിടെ തന്നെ ഇടും, പിൻ ചെയ്ത് തന്നെ വയ്ക്കും. പിന്നെയുള്ളവർക്കും അത് വായിക്കാം. കാരണം നമ്മൾ ഇതിനേക്കാൾ നല്ല ഹൈപ്പിൽ പോകുന്ന ചാനലുകളുടെ താഴെയടക്കം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് കാണാറുണ്ട്. ചിലത് അപ്പം തന്നെ പിന്നെ കണ്ടത് ഇപ്പം കണ്ടത് പിന്നെ കാണാറില്ല, റിമൂവ് ചെയ്യുന്നുണ്ടാവും. ചിലത് അവിടെ തന്നെ നിലനിർത്തുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഇനി മുതൽ ഇങ്ങനത്തെ ഒരു കമൻറ്റും ഡിലീറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അവിടെ കമൻറ്റ് ഇടാം. പക്ഷേ പറയുന്ന കാര്യം ജെനുവിനായിരിക്കണം. റെഗുലറായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, സൈബർ ബുള്ളിങ് ചെയ്യാനായിട്ട് ഫേക്ക് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണെന്ന് കണ്ടാൽ ഞാൻ എന്തായാലും അതിൻ്റെ പിന്നാലെ പോവും. 100% ഞാനത് കണ്ടുപിടിച്ചെടുത്തിരിക്കും. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. കാരണം നമ്മൾ ഒരു കാര്യം നമ്മളെ പറയുമ്പോൾ അതിന് ജെനുവിനിറ്റി ഉണ്ടായിരിക്കണം, ജെനുവിനായിരിക്കണം. അതായത് നിങ്ങളൊരു കാര്യം നമ്മളെ പറയുമ്പോൾ അതിൽ ഒരു സത്യസന്ധമായിട്ടുള്ളത് ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ 100 എണ്ണം ചെയ്യുമ്പോൾ അതിൽ ഒരു 5ഓ 10നോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് വരാം. മനുഷ്യന്മാരല്ലേ, നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നതെല്ലാം നമ്മൾ റിട്ടേൺ കൊടുക്കാറുണ്ട്. അതുപോലെ റീഫണ്ട് കൊടുക്കാറുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പം നമ്മളുടെ അടുത്തുള്ള കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുമുണ്ട്. നമ്മളത് അപ്പം തന്നെ തീർത്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മളോടൊന്നും പറയാതെ നേരിട്ട് പോയി കമൻറ്റ് ചെയ്യുന്നത്, അതും പർച്ചേസ് ചെയ്യാത്തൊരു വ്യക്തി എന്ന് പറയുമ്പോൾ 100% ഉറപ്പാണ് അത് ഫേക്ക് ഐഡിയ ആണ്. 2 ഐഡിയും ഫേക്കാണ്. കാരണം ആ 2 ഐഡിയിൽ നമുക്ക് പർച്ചേസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇനിയും കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിൻ്റെ തുടർ ആക്ഷൻസ് എടുത്തിരിക്കും. എല്ലാവരും എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട, ടെൻഷൻ അടിക്കണ്ട. ശരിയാണ്, നമ്മൾ വിട്ടതാണ്. പക്ഷേ ഇനിയും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടാണോ ഇത്, അതല്ലെങ്കിൽ പുതിയ ആളാണോ, എന്തായിക്കൊള്ളട്ടെ, ഈ ഒരു തവണത്തേക്ക് ഞാനത് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും തുടർന്ന് നിങ്ങളിതിങ്ങനെ കമൻറ്റ് ഇടാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം വിത്ത് പ്രൂഫ്. നിങ്ങൾ വാങ്ങിച്ച ഐറ്റം ഏതാണെന്നും വില ഏതാണെന്നും ഒക്കെ പറഞ്ഞോളൂ. അപ്പോൾ സെയിം ഐറ്റം വാങ്ങിച്ചവർ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ റിപ്ലൈ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ക്ലാരിറ്റി തരേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ക്ലാരിറ്റി തരും. അപ്പോൾ 100% ഉറപ്പുള്ള കാര്യത്തിന് മാത്രം വന്നിട്ട് കമൻറ്റ് ഇടുക. ചിലർക്കുണ്ട് ഐറ്റം വാങ്ങിച്ചാൽ അവർക്ക് സൈസ് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ അടുത്ത് അവർക്ക് തന്നെ ചിലപ്പോൾ സൈസ് അറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ചിലർക്ക് ആ സൈസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളോട് റിട്ടേൺ ചോദിക്കും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ കളറ് ഐറ്റം കയ്യിൽ കിട്ടിയിട്ട് ചിലരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അയ്യോ എൻ്റെ അലമാരിൽ ഇങ്ങനത്തെ 2 എണ്ണം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇതൊന്ന് റിട്ടേൺ ചെയ്ത് തരുമെന്ന് ആദ്യം മാന്യമായി ചോദിക്കും. അപ്പം നമ്മൾ പറയും ഇല്ല, നമുക്ക് റിട്ടേൺ പറ്റില്ല, നമ്മളുടെ ഐറ്റംസ് എല്ലാം തീർന്നു, ഇനി റിട്ടേൺ എടുത്താൽ നമ്മളത് ഓഫർ ഇടണ്ടേ, നഷ്ടമല്ലേ എന്ന് പറയും. അപ്പോൾ അവർ ചൂടായി.
അപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം. നമ്മൾ എന്തൊക്കെ നോക്കണം, ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മാക്സിമം നമ്മൾ താഴ്ന്നിട്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നിങ്ങളൊരു വലിയ ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ ഷോപ്പിലോ പോയാൽ അതെല്ലാത്തും ഉണ്ടായിരിക്കും. കളറിന് ഗ്യാരണ്ടി ഇല്ല, തുണിക്ക് ഗ്യാരണ്ടി ഇല്ല, വർക്കിന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മുഖം കാണിച്ച് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുള്ള സാധനം മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ 299, 399 ഒക്കെ കോഡ് സെറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിനൊന്നും ലൈഫ് ലോങ് ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യരുത്. നമുക്ക് ഇതുവരെ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഒരു പാൻറ്റും ടോപ്പ് തയ്ക്കാനായിട്ട് 46 ഇഞ്ച് ലെങ്ത്തിൽ തയ്ക്കാൻ ഏകദേശം 4-5 മീറ്ററോളം തുണി വേണം. ആ തുണി മാനുഫാക്ചറുടെ പ്രോഫിറ്റ് നമ്മളുടെ ഷിപ്പിംഗ് കോസ്റ്റും കഴിഞ്ഞ് നമ്മളതിന് ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്കത് 299, 399 തരുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്തത് ആ റേറ്റിന് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞത്. നിങ്ങൾ തരുന്ന വിലയും ആ ഐറ്റത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്തും പറയാൻ കേട്ടോ. ഞാനത് ഒരാളും ഇതാക്കി പറഞ്ഞതല്ല. പക്ഷെ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് കമൻ്റ് ഇടുക. അത് ഏത് ചാനലിലായാലും. ചിലർക്ക് കാണാം റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ ആ ചാനലിനെ അങ്ങോട്ട് കുറ്റം പറഞ്ഞ നിരവധി ഇങ്ങനെ കമൻ്റ് ഇടുന്നത് കാണാം. അതൊന്നും ശരിയായ പ്രവണതയല്ല കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബദ്ധമാണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കാം. നമ്മളത് മറ്റുള്ളവരുടെ മേത്തേക്ക് വെച്ച് കെട്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു വരുമാന മാർഗത്തിനെ നമ്മൾ തകർക്കാൻ നോക്കിയിട്ടോ കാര്യമില്ല. ഞാനിപ്പോൾ ഒരു 3 വർഷത്തോളം 2.5 വർഷം കഴിഞ്ഞ് യൂട്യൂബിൽ മുഖം കാണിച്ച് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞ് എല്ലാമായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഓർഡർ തരുന്ന എല്ലാവരുടെയും വാട്സപ്പ് മെസ്സേജിലേക്ക് ഒരു വെൽക്കം മെസ്സേജ് ചെല്ലും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടാണ് ഇത്രയും ഒരു എന്താ പറയുക ഒരു ഓൺലൈൻ ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നതും ഒരു ഷോപ്പായതല്ല. അപ്പോൾ അതിൽ പ്രശ്നമുള്ളവരുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം. എനിക്കതൊന്നും അറിഞ്ഞുകൂടെ, ഞാനതൊന്നും അന്വേഷിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ വന്നിട്ടുള്ള 2 കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. 2 ഫേക്ക് ഐഡിയ ആണ്. കാരണം എൻ്റെ നിന്ന് അങ്ങനെ ഒരു ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായ പ്രൊഡക്റ്റ് ഏതാണ്, ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ് എല്ലാം എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഐറ്റം ചെക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഐറ്റം ആരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു എന്തായാലും ഒരു ഐറ്റം ഒരു പീസ് ആയിരിക്കില്ല, ഒരു 50 പീസ് 100 പീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അത്രയും വാങ്ങിച്ച ആൾക്കാരുടെ കമൻറ്റോ റിപ്ലൈയോ നമുക്ക് അവിടെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് കമൻറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പബ്ലിക്കായിട്ട് നമ്മളൊരു കാര്യം വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കമൻറ്റ് ബോക്സ് ഓണാക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. പക്ഷെ കമൻറ്റ് ഇടുന്നതിലും ഒരു സത്യം ഉണ്ടായിരിക്കണം. അതായത് ഒരാളെ വീഡിയോ പിടിക്കുമ്പോൾ എന്തും വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഇവരുടെ ചാനലിൽ നിന്നൊന്നും പർച്ചേസ് ചെയ്യാതെ തന്നെ ഇവർ എന്തും വിളിച്ച് പറയാമെന്ന് പറയുന്ന പ്രവണത നല്ലതല്ല. അപ്പം നിങ്ങൾക്കത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയിട്ട് നിങ്ങളുടെ റിവ്യൂ ജെന്യുവനായിട്ടുള്ള റിവ്യൂ ഇടാം കേട്ടോ. കമൻറ്റ് ഇട്ടതിന് എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് കമൻറ്റ് വേണമെങ്കിൽ ഇടാം. നമ്മളുടെ സാധനവുമായി ബന്ധപ്പെട്ട് എന്ത് കമൻറ്റ് വേണമെങ്കിൽ ഇടാം. പക്ഷേ ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ബാഡ് കമൻ്റ് ആണെന്ന് നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബാഡ് റിവ്യൂ ഉണ്ടെങ്കിൽ ആ ഐറ്റം ഏതാണെന്നും അതിൻ്റെ പ്രൈസ് എന്താണെന്നും ആ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡേറ്റും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അതേ ഐറ്റം വാങ്ങിച്ചാൽ അത് വായിക്കുന്ന മറ്റുള്ളവർ അവിടെ നിങ്ങൾക്കുള്ള റിപ്ലൈ തരും. അല്ലെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.